Celluloid Film Magazine. ഇതുപോലൊരു വേഷം അദ്ദേഹം ചെയ്തത്. കാരണം അതുപോലെ ഓരോ രംഗം ത്രില്ലടിച്ചാണ് ഒന്നും പറയില്ല, ത്രില്ലടിച്ച് കാണാം. ആ വില്ലന്മാരെ ഒരുമിച്ച് പഠിച്ചത് ഗംഭീരാണ്. ചാക്കോച്ചൻ ഇനി നല്ല നല്ല രീതിയിൽ തിരിച്ചു വരും. കാരണം അതുപോലെ ഈ വർഷം ഏറ്റവും ബെസ്റ്റ് മൂവി ഈ വർഷം അറിയും ബെസ്റ്റ് മൂവി മാത്രമല്ല ത്രില്ലർ ഫസ്റ്റ് മുതൽ അവസാനം വരെ ത്രില്ലടിച്ചാണ്. മീനാക്ഷി കുട്ടിയാണ്, പ്രിയാമണി ചേച്ചിയാണ്, എല്ലാവരും ഗംഭീരമായിട്ട് തകർത്തു. മാർക്കൻ പ്രക്കാടിന്റെ ഒരു നിർമ്മാണം അടിപൊളിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗംഭീരമായിട്ട് പുള്ളി ഫൈറ്റിന് വേണ്ടിയൊക്കെ ഉണ്ടല്ലോ, ഫൈറ്റിന് വേണ്ടി ശരിക്കും റിസ്ക് എടുത്തിട്ടുണ്ട്. കാരണം ഇതുപോലെ നടത്താവുന്ന ആഗ്രഹം. ചാക്കോച്ചന്റെ മാർക്കോ എന്ന് പറയുമ്പോൾ ഗംഭീരം, ഒരു രക്ഷയില്ല. മേക്കിംഗ് ക്വാളിറ്റി എല്ലാവരും ബോറടിക്ക് പറയുന്നത്. കാരണം എല്ലാവർക്കും ബോറടി ഇല്ലാണ്ട് കാണാൻ പറ്റിയൊരു സിനിമയാണ്. കാരണം എല്ലാവരും ഒരു അഭിപ്രായത്തിൽ പറഞ്ഞൊരു സിനിമ തന്നെയാണ്. കാരണം ഒരു മോശം അഭിപ്രായം പറഞ്ഞത്. കാരണം അതുപോലെ പെർഫോമൻസ് ചെയ്യേണ്ട നല്ല സിനിമയാണ്. ഇന്നത്തെ തലമുറ മയക്കുമരുന്നിനെതിരായിട്ടുള്ള പ്രവർത്തിക്കുന്ന ആ സംവിധാനം തുറന്നു കാണിച്ചത്. ഇത് കണ്ടെങ്കിൽ നന്നാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ആശംസകളും. നായകരും വില്ലന്മാരും എല്ലാം തകർത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ത്രില്ലടിപ്പിച്ച പടമാണ്. ഈ പടം ഒന്നോടെ കാണണം. വേറെ ലെവൽ നല്ല ക്യാരക്ടർ അക്ഷരാർത്ഥത്തിൽ നെട്ടിച്ചു. അതാണ് ഗംഭീരം. പടം ടോട്ടലി അതിഗംഭീരം, ഒന്നും പറയാനില്ല. സൂപ്പർ 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 മസ്റ്റ് വാച്ച് ആണ് തിയേറ്ററിൽ വന്നത്. മസ്റ്റ് വാച്ച്, ഫാമിലി മസ്റ്റ് വാച്ച്. തിയേറ്ററിൽ ടോട്ടലി എൻ്റെ അഭിപ്രായം മിസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലുള്ള പെൺകുട്ടികളും അവരുടെ ഫാമിലി തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പടം. ടോട്ടലി അൺബിലീവബിൾ. സൂപ്പർ. മലയാളിയായിരുന്നല്ലേ? തമിഴിന്റെ ക്യാരക്ടറാ ചെയ്തത്. പക്ഷെ ഭയങ്കരമായിട്ട് നമുക്ക് ബിലീവബിൾ ആയിട്ട് തന്നെ തോന്നി. എങ്ങനെയാണ് ഈ പടത്തിലേക്ക് വരുന്നത്? ഓഫീസർ ഡ്യൂട്ടിയിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഞാൻ ഫസ്റ്റ് ചെയ്തവിടെ അന്വേഷണം കണ്ടത്. അപ്പൊ അതില് ആ ഡയറക്ടറെ വർക്ക് ചെയ്ത ദിലീപ് നാഥ് എന്ന് പറഞ്ഞൊരു അദ്ദേഹമാണ് എനിക്ക് ഈ പടത്തിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. ലാസ്റ്റ് മൂമെന്റിലാണ് വന്നത്. പക്ഷെ തമിഴ് നന്നായി എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം. അതായിരുന്നു എന്റെ ടെൻഷൻ ആകെ. മലയാളത്തിൽ അത് ടോട്ടായിട്ട് വരുമെന്ന് വിചാരിച്ചിട്ട് വില്ലനൊക്കെ ഓർമ്മ വന്നു. അതൊരു സൈക്കോ ക്യാരക്ടറാണ് അഭിനയിച്ചത്. അതങ്ങ് അത്രയും അടിപൊളിയായിട്ട് ചെയ്തു. അതിന് ഇൻസ്പിറേഷൻ എന്താണ്? എനിക്ക് തോന്നുന്നു ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു കാണുന്ന പലതും അല്ലേ. കോളേജിലാണെങ്കിലും പല പല ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു എക്സ്പാൻസീവ് വേർഷനായിട്ട് ഞാൻ കരുതുന്നുണ്ട്. പക്ഷേ ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു കുറേയധികം ഹെൽപ്പ് അവർ ചെയ്തിട്ടുണ്ട്. ഡയറക്ടറാണെങ്കിലും കാഴ്ചക്കാരാണെങ്കിലും എല്ലാവരും ഒരു നല്ലോണം പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതായിരിക്കാം പെർഫോമൻസിന് കുറച്ചുകൂടെ നല്ലതാക്കിയെന്നാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പം എന്താ ചെയ്യുന്നത്? ഒന്ന് സെൽഫായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എൻ്റെ പേര് വിഷ്ണുജി വാര്യൻ. ഞാൻ വയനാട്ടുകാരനാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ബോംബെയിലുണ്ട്. അപ്പോൾ ഇനിയിങ്ങനെ പടങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സിനിമയിൽ തന്നെയാണോ? എന്തായാലും അതിനൊരു നാഴികക്കല്ലായിട്ട് ഈ പടം മാറുന്നത് സംശയമൊന്നുമില്ല. വീട്ടിലും പെർഫോമൻസ് ആണ്. ഈ പടം കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്ലീസ് കാണൂ. എല്ലാവരും ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് നിങ്ങൾ എന്തായാലും കാണണം. നിങ്ങൾ തന്നെ കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കുക. ആൻഡ് ജെന്യൂൻ ആയിട്ടുള്ള സജഷൻസ് എല്ലാവരോടും പറയാൻ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദാറ്റ്. കാണുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. റംസാൻ പോകരുത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എനിക്കറിയാം റംസാൻ ഭയങ്കര പാഷനറ്റ് ആണെന്നറിയാം. വന്ന റോളുകളൊന്നും വിടാതെ പൂർണ്ണമായിട്ടും നിങ്ങളെ മറ്റേ ഇടപ്പള്ളി കൂടെ ഒക്കെ ഓടുന്ന സീനൊക്കെ ഇല്ലേ, അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കാണുന്നതോടെ വലിയൊരു ക്രൂവിന്റെ ഭാഗമാണ് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട കുറേ വ്യക്തികളിലൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. അതിൽ സന്തോഷമുണ്ട്. ബിഗ് സ്ക്രീനിൽ ഇത്രയും സ്ക്രീൻ സ്പേസ് ഉള്ള സിനിമയിൽ അതിലേക്ക് സാധിച്ചതിനോട് വലിയ സന്തോഷമുണ്ട്. ഈ റെസ്പോൺസിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടീച്ചർ പടം ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഓരോരുത്തർ കാണാൻ പറയുക. റംസാൻ അങ്ങനെ ഹീറോ റോൾ അങ്ങനൊന്നും ഇല്ലല്ലേ? വില്ലനായിട്ട് ഏത് റോളാണ് ചെയ്യും അല്ലേ? അത്രത്തോളം പാഷനാണോ? മീനാക്ഷി എങ്ങനെയാണ് എക്സ്പീരിയൻസ്? എനിക്ക് അടിപൊളിയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് നാളിന് ശേഷം ചെയ്ത മൂവിയാണ്. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഒപ്പത്തിന് ശേഷം ഇങ്ങനെ ഒരു മൂവി എന്ന് പറയുമ്പോൾ എനിക്കത് എനിക്ക് പേഴ്സണലി ഭയങ്കര, ഞാൻ എത്ര വലുതായാലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത്രയും നാളിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പറയുന്നത് ഞാൻ ചെയ്യുമ്പോഴും എനിക്കറിയത്തില്ലായിരുന്നു. എനിക്ക് വളരെ കുറച്ച് ദിവസം പക്ഷേ
എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് പറഞ്ഞുള്ള അറിവേയുള്ളൂ, എനിക്കിങ്ങനെ കണ്ടറിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഫിലിം കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷമായിരിക്കുകയാണ്. എല്ലാവരും മൂവി കാണണം. ഞങ്ങൾ കൂടുതലും മീനാക്ഷിനെ കണ്ടുള്ള ടെലിവിഷൻ സ്ക്രീനിലാണ്. അപ്പൊ ഈ ടെലിവിഷൻ സ്ക്രീനും മിനി സ്ക്രീനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ തോന്നുന്നു? ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന എവിടെയാണ്? അങ്ങനെയൊന്നുമല്ല, ഞാൻ ഒപ്പം കഴിഞ്ഞിട്ട് പിന്നെ ഒരു മലയാളം മൂവി വലിയ മൂവി ഇതാ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇപ്പം ടോക്സിക്കറിലായാലും ഞാൻ ആങ്കർ ചെയ്യുന്നത്. വേറെ ഷോസൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് അത്ര അറിയില്ല. സിനിമയിൽ തന്നെയാണോ ഒരു കരിയർ ഉദ്ദേശിക്കുന്നത്? അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ നല്ല ക്യാരക്ടേഴ്സ് വന്ന് അങ്ങനെ അടിപൊളിയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും എല്ലാവരും ഒരു സീനിലെ ക്യാരക്ടേഴ്സ് പോയത്. സന്തോഷം. എല്ലാവരും പണം ചെയ്യണമെന്നാണ് എല്ലാവരോടും കഴിഞ്ഞ സിനിമ ആസിഫലിയുടെ ഒപ്പം അത് സൂപ്പർ ഹിറ്റായിരുന്നു. ഇപ്പം ചാക്കോസിൻ്റെ ഒപ്പം അത് സൂപ്പർ ഹിറ്റാകാൻ പോകുന്നു. അപ്പം എല്ലാ ഹിറ്റും സിനിമയുടെ ഭാഗം പുള്ളിയാവാം. ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ ഇപ്പം ഈ പറഞ്ഞ എല്ലാ പടങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് നെക്സ്റ്റ് പടങ്ങളായി നെക്സ്റ്റ് പടം ഭാഗമായിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും എങ്ങനെ പടങ്ങൾ ഭാഗം പറ്റട്ടെ എന്നാണ് ഞാൻ എന്നോടൊക്കെ പറയുന്നത്. ഇതിന് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. ഭയങ്കര അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും കൊണ്ടും അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഡബിന് പോയി കറക്ഷൻസ് ചെയ്തു. കാരണം അത്രയും അവർ ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ രണ്ടാമത്തെ മൂവിയാണ് ഇരട്ടയിലെ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ ഹാപ്പി ടു ബി എ പാർട്ട്. താങ്ക് യു. എല്ലാരും ഒന്ന് പടം കാണട്ടെ. ഫൈറ്റ് സൂപ്പറല്ലേ? മാർക്കോല്ല, ഇത് വേറെ ലെവലാണ്. അറിയിച്ചല്ലോ ഇങ്ങനെ ഫൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി പടം. വില്ലൻ ജോയിന്റ് മൂഡ്, നൈസ് മൂഡ്, ഏത് മൂഡ്? അംബാനി മൂഡ്. മൂടോ നാരായണയുടെ മൂന്നാം മകൾ. ഇതിന്റെ പ്രൊമോഷൻസിന്റെ തിരക്കിലായിരുന്നു, കാണാൻ പറ്റിയില്ല. തോമസിന്റെ പടം അതെ, സ്ക്രീനിലുണ്ടായിരുന്നു, പോകാൻ പറ്റിയില്ല. വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു, പറ്റിയില്ല. പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ എന്ത് തിരക്ക് മാറിയിട്ടാണെങ്കിൽ കാണും. ആഴ്ചയായിട്ട് ഇറങ്ങിയ പടങ്ങളൊന്നും പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. പുതിയ പടത്തിന് വർക്ക് നടക്കുന്നുണ്ടോ? പുതിയതിപ്പോൾ ഇനി അടുത്തത് മെയ്യിൽ തുടങ്ങും. അത് ഓക്കെ അനൗൺസ് ചെയ്യട്ടെ. അതും ലീഡ് റോളിൽ തന്നെ ആയിരിക്കും. അത് അനൗൺസ് ചെയ്യട്ടെ. താങ്ക് യു. പടം ഭയങ്കര ഗംഭീരമായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഒരു ത്രില്ലർ മൂവിയാണല്ലോ, അപ്പം ചെയറിൻ്റെ അറ്റത്തിരുന്ന് കാണുന്ന പോലത്തെ ഒരു മൂവി. ഇൻ്റർവെല്ലിൽ വരെ പെർഫെക്റ്റ് സൈലൻസ് ആയിരുന്നു തിയേറ്ററിനകത്ത്. ചാക്കോച്ചൻ്റെ വേറൊരു ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് കണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പം തൊട്ട് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ചാക്കോച്ചൻ്റെ ആദ്യത്തെ സിനിമ കാണുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള ചാക്കോച്ചൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് അങ്ങ് പോയിക്കുകയാണ്. ട്രാക്ക് വരുന്നത് നമ്മൾ കുറച്ച് നാൾ ആയിട്ട് ഇങ്ങനെ ചാക്കോച്ചൻ വേറൊരു ലെവലിലേക്ക് വരുന്നത് കാണുന്നുണ്ട്. പക്ഷേ ആ ചാക്കോച്ചൻ്റെ ഇൻട്രൊഡക്ഷൻ സീനിൽ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, ചാക്കോച്ചനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ ഞാൻ അത് പ്ലാൻഡായി. കാരണം ചാക്കോച്ചൻ്റെ അപ്പം നമുക്ക് മനസ്സിലായി വേറെ എന്തോ ആണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഷാഹി കബീറിൻ്റെ പെർഫെക്റ്റ് സ്ക്രിപ്റ്റ്, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകളുടെ വലിയൊരു ഫാനാണ് ഞാൻ. അപ്പോൾ ജോസഫ് ആണെങ്കിലും നായാട്ടാണെങ്കിലും ഇലവീഴ പൂച്ചറയാണെങ്കിലും ഏറ്റവും നല്ലൊരു അടുത്ത അതിനേക്കാളും ഗംഭീര ഒരു സാധനമാണ് വരുന്നതെന്നുള്ള മുഴുവനുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഷാഹി കബീറിൻ്റെ ആ സ്ക്രിപ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് സ്റ്റാർ എന്ന് പറയുന്നത്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരാൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ് അത് അടുത്തടുത്ത ലെവലിലേക്ക് വരുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് എപ്പോഴും സ്ക്രിപ്റ്റാണ്. ഷാഹി കബീറിൻ്റെ ഗംഭീര ഒരു സ്ക്രിപ്റ്റാണ്. പിന്നെ അതിനുശേഷം ജിത്തുവിൻ്റെ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ. പിന്നെ മാർട്ടിൻ പ്രക്കാട്ട് ബാക്കപ്പായിട്ട് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പം പിന്നെ മ്യൂസിക് ഗംഭീരമായിരുന്നു. പിന്നെ ഒരു പുതുമുഖമാണല്ലോ അന്ന എന്നുള്ള റോള് ചെയ്ത ഐശ്വര്യയുടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. പിന്നെ നമ്മുടെ പഴയ കുപ്പിയായിട്ട് കണ്ട കുപ്പിനെ വേറൊരു രീതിയിലാണ് ഇതിനകത്ത് നമ്മൾ കണ്ടത്. എന്തോ എല്ലാം നല്ലതായിരുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഒരു ടീനേജ് പെൺകുട്ടിയുടെ അമ്മയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് നമ്മുടെ ആ ടീനേജ് കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ പല കാര്യങ്ങളും അവർക്ക് ഇഷ്ടപ്പെടുകയാണ്, ഉപദേശമായിട്ട് തോന്നും. പക്ഷെ ഈ ഒരു മൂവി കൊണ്ടുവന്ന് ആ മോളുടെ നിങ്ങൾക്ക് ടീനേജ് പെൺമക്കളുണ്ടെങ്കിൽ അവരോടൊപ്പം കൊണ്ടുവന്നിരുത്തി ഈ മൂവി കാണിക്കുക. സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ഇതെന്താണെന്നുള്ളൊരു വ്യക്തമായൊരു നേർക്കാഴ്ച തരുന്ന ചിത്രമാണ്. സിനിമ കണ്ടതുകൊണ്ട് ഒരു ചേഞ്ച് വരും തോന്നുന്നുണ്ടോ? മനസ്സിലാക്കാൻ പറ്റുമല്ലോ, കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പേരൻസിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ആ ലിമിറ്റേഷൻസ് മാറിയിട്ട്
നമുക്ക് പേരൻസിന് നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന നമ്മളെ മക്കളെ പറഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കുന്നതിനേക്കാളും കുഞ്ഞുമായിട്ട് വന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലൊന്നും പറയാനുള്ളത്. അതാണ് എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാനുള്ള വെരി നൈസ്. നല്ല റിവ്യൂസ് കിട്ടുന്നു, ഭയങ്കര സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കരയണമെന്നുണ്ട്, പക്ഷെ എല്ലാവരും വിളിച്ച് കരയാനും പറ്റത്തില്ല. സോ വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച്. ശരിക്കും അവനവൻ്റെ ഒരു സ്ക്രീനിൽ കണ്ടപ്പോൾ അവൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ എന്താ വിചാരിച്ചു? എനിക്ക് സന്തോഷം തോന്നി. ഞാൻ കരിക്കേടില്ലാതെ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. മുന്നോട്ട് പോവാം. പോയാൽ മതി. എല്ലാവരും നല്ല അഭിപ്രായം പറയാനുണ്ടല്ലോ. അപ്പൊ ആ ഒരു എക്സ്പെക്ട് ചെയ്തിരുന്നോ ഇതേപോലെ നല്ല സിനിമ ആയിരിക്കും എന്നുള്ള ഒരു? ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ച ഇന്ന് വരെ ഞങ്ങൾ എല്ലാ ദിവസവും ആഘോഷിക്കാറുണ്ട്. ഇനി അങ്ങോട്ട് ആഘോഷമായിരിക്കും വിചാരിക്കുന്നു. നല്ല പടവും നല്ല ക്ലൈമാക്സും നല്ല സ്റ്റോറി നല്ല മേക്കിങ്ങും ചാക്കോച്ചന്റെ പെർഫോമൻസ് അടിപൊളി. ഇതുവരെയുള്ള പടങ്ങൾ വെച്ച് പെർഫോമൻസ് പൊളിയാണ്. കാരണം തുടക്കം കാണിക്കുമ്പോൾ അറിയാം ചാക്കോച്ചൻ പൊളിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിലുള്ള ഗൗരവമുള്ള മനവും ആ ഒരു പൗരുഷം എല്ലാം എല്ലായിട്ട് ചാക്കോച്ചൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ടറെല്ലാം നല്ല രീതിയിൽ ആക്ട് ചെയ്തു. എല്ലാ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. പടവും നല്ലതാണ്. എനിക്ക് ആ പടം ഒരു വിഷമം തോന്നിയ വിഷമമാണ്. ഒരു സിനിമ പ്രേമി എന്ന രീതിയിൽ എനിക്ക് വിഷമമാണ്. ചാക്കോച്ചൻ ഇതിലൂടെ പ്രാധാന്യം കൊടുക്കും ആക്ഷൻ. ചാക്കോച്ചൻ നിന്ന് വന്ന് ആക്ഷൻ തല്ലി മേടിക്കില്ല, കൊടുക്കാൻ പറ്റുന്നില്ല. അതെനിക്ക് എൻ്റെ ഒരു അപേക്ഷയാണ്. ഞാൻ എല്ലാവരും എത്തിക്കുന്ന ഒരു ആഗ്രഹമാണ്. എല്ലാ മലയാളം ഡയറക്ടർമാരും അറിയാൻ വേണ്ടിയാണ് ചാക്കോച്ചൻ ഇനിയൊരു പ്രാധാന്യമുള്ള ആക്ഷൻ ഒരു മാസ് ആക്ഷൻ കൊടുക്കും. അതിനകത്തൊരു മാസം റിയലിസ്റ്റിക് പടമാണെങ്കിലും ഒരു മാസം കൊടുക്കാറില്ല. ചാക്കോച്ചൻ്റെ ക്ലൈമാക്സ് മാസം വരും. അത് ഇച്ചിരി പഞ്ച് കൊടുക്കാറുണ്ട്. അന്ന് ക്ലൈമാക്സ് വന്നിട്ട് ഇത്തിരി ഇനി മേടിക്കില്ല, ചാക്കോച്ചൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല. ആ കൊടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും അങ്ങോട്ട് പഞ്ച് വരുന്നില്ല. ആ പഞ്ച് വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ചാക്കോച്ചനൊരു മാസ് ആക്ഷൻ ആക്കി എടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം. എനിക്കൊരു അപേക്ഷയാണ്. അതായത് അന്ന് ഇന്ന് ഞാൻ കാണാൻ തുടങ്ങിയ പ്രധാനമാർ ചാക്കോച്ചൻ അടി മേടിക്കില്ല, കൊടുക്കുന്നില്ല. ഞാനത് കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കൊടുക്കില്ല. അതൊന്ന് പ്രാധാന്യം കൂട്ടണമെന്നാണ് എല്ലാ ഡയറക്ടർമാരും കേൾക്കാൻ വേണ്ടി തന്നെ പറയാനാണ് എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങൾ കണ്ടിട്ട് പറ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഉദ്ദേശിക്കുന്നതിനേക്കാളും കിടിലൻ റെസ്പോൺസാ. അതിന് ജിത്തുഭായി മാർട്ടിൻ ചേട്ടനൊക്കെ, കാരണം ജിത്തുഭായി വിഷ്വൽ ചെയ്യുമ്പോൾ ഞാനും മാർട്ടിൻ ചേട്ടനും കൂടെയാണ് ബീജത്തിലൊക്കെ ഇരുന്നത്. ഒരു ബിറ്റ് പോലും ഇടില്ല. അവർ ഭയങ്കര കഥയോട് ചേർന്ന് നിൽക്കുന്ന പോലെ ഓരോ സെക്ഷനും നല്ല വർക്ക് ചെയ്താ പോയത്. പിന്നെ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ചാക്കോച്ചൻ ചേട്ടൻ ഒരു നല്ല മാസ് ബീജിയം കൊടുക്കണമെന്ന്. അത് ഇതിൽ പറ്റി. നിങ്ങൾ കാണുക, ഡിസപ്പോയിന്റ് ആവില്ല എന്നുള്ള ഉറപ്പ്. പടം അല്ല, പടത്തിനൊരു ഇമോഷണൽ ഗ്രാഫ് ഉണ്ടല്ലോ. മാസ് പടം മാത്രമല്ല, ഇതിന് നല്ലൊരു ഭയങ്കര കാലത്തിന് വളരെ ആപ്റ്റായിട്ടുള്ളൊരു മെസ്സേജ് പറയുന്ന പടമാണ്. അപ്പൊ അതിനകത്ത് ഇമോഷണൽ ഗ്രാഫും മാസും എല്ലാം കൂടെ ഒരുമിച്ചുകൊണ്ടുള്ളൊരു സിനിമയ്ക്ക് ആവശ്യമായൊരു ഗ്രാഫാണ്. അതിന് നിങ്ങൾ കണ്ടിട്ട് പറ. എല്ലാവരും പ്രേക്ഷകരെല്ലാവരും കാണണം, സൂപ്പർ ഹിറ്റ് ആക്കണം. താങ്ക് യു. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഇത് എങ്ങനത്തെ സിനിമയാണെന്നുള്ള ഏകദേശം ഒരു ധാരണയുണ്ടായിരുന്നു. അത് വലിയ പ്രതീക്ഷയിലാണ് വന്നത്. അതിനപ്പുറമാണ് ഈ സിനിമ. ചാക്കോച്ചൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. ചാക്കോച്ചൻ മാത്രമല്ല ഇതിൽ അഭിനയിച്ചിട്ടുള്ളതും അണിയറയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരുടെയും വർക്ക് വളരെ വളരെ ബെസ്റ്റാണ്. എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് ഉറപ്പുണ്ട്. ഓക്കെ, താങ്ക് യു. ഇവിടെ വില്ലന്മാരും കത്ത വില്ലന്മാരും കത്ത വില്ലത്തികളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജിത്തു വർഷം എന്ന പുതുമുഖ സംവിധായകനാണ്. പക്ഷെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നല്ല സിനിമകളെ കൂടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജിത്തു വർഷത്തിന്റെ സംവിധാനത്തിൽ ഷാഹി കപൂറിന്റെ സ്ക്രിപ്റ്റിൽ മാർട്ടിൻ പ്രക്കാട്ടും കൂടെ പ്രൊഡക്ഷനായിട്ടുള്ള ഒരു ബാനറിൽ സിബി ചവറയും രഞ്ജിത് നായരും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ. പിന്നെ ഈ അവസരത്തിൽ നമ്മൾ ഇപ്പോൾ മിസ് ചെയ്യുന്നത് ശരിക്കും പ്രിയാമണിയും ജഗദീഷേട്ടും മനോജ് കെയും ഒക്കെയാണ്. പക്ഷെ അവരോട് എല്ലാവരോടുള്ള നന്ദിയും ആ സ്നേഹവും ഈ ഒരു സന്തോഷവും അവരുമായിട്ട് പങ്കിടുകയാണ്. സോ താങ്ക് യു വെരി മച്ച്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണുക. ഈ സന്തോഷം നിങ്ങൾ എല്ലാവരിലേക്കും അറിയിക്കുക. താങ്ക് യു വെരി മച്ച്. എങ്ങനെയുണ്ട് പടം കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസ്? പടം ഞങ്ങൾ ഏതായാലും നമ്മുടെ ഒരു 1.5 വർഷത്തെ അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പടത്തെക്കുറിച്ച് എല്ലായിടത്തും കേരളത്തിലെ 175 സെൻറ്ററുകളിൽ റിലീസ് ചെയ്ത് എല്ലായിടത്തും നല്ല അഭിപ്രായമാണ് രാവിലത്തെ മോർണിംഗ് ഷോയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആ മ്യൂസിക്കിനെ കുറിച്ചും ചാക്കോച്ചൻ്റെ അഭിനയത്തെ, ചാക്കോച്ചൻ ഇതുവരെ ചെയ്ത പോലീസ് വേഷങ്ങൾ വളരെ ഡിഫറൻ്റാണെന്ന് എല്ലാവരും പറയുന്നത്. പൊതുവെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ജിത്തു വാട്സപ്പിൻ്റെ ഡയറക്ടർക്കും പിന്നെ മ്യൂസിക് ഡയറക്ടർക്കും
ഷാഹി കപൂറിൻ്റെ റൈറ്റർക്കും എൻ്റെ മാറ്റുമ്പക്കാട്ടും രഞ്ജിത്ത് നായർ ഞങ്ങളുടെ 3 പേരെയും പിന്നെ അഭിനന്ദനം എല്ലാവരും അറിയിക്കുകയാണ്. പ്രേക്ഷകരെല്ലാം 2 കൈ നീട്ടി സിനിമ സ്വീകരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം.